Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗിനേഴ്സ് ബിസിനസ് സ്റ്റാർട്ടപ്പ് സീരീസിൻ്റെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലോഫെയിൻ ഷീറ്റ്സ് എങ്ങനെയാണ് മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോർണർ റോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് സെലോഫെയിൻ ഷീറ്റ്സ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെലോഫെയിൻ ഷീറ്റ് അത്യാവശ്യം വലുപ്പമുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഹാഫാക്കി മടക്കാം. ഹാഫാക്കി മടക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫോൾഡിങ് ഉണ്ടാവും. ഇനി ഫോൾഡിങ് ഇല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫാക്കി മടക്കുക. കറക്റ്റ് ഹാഫാക്കി മടക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയ പോർഷനെ കൂടെ നമുക്ക് പകുതിയായിട്ടൊന്നും കൂടി മടക്കണം. ഇങ്ങനെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് നഖം കൊണ്ട് നമ്മളിങ്ങനെ നാക്കി കൊടുക്കുക. അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച ശേഷം ഈ പോർഷനെ നമുക്ക് 3ആയിട്ട് മടക്കണം. ഓക്കെ, 3 ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്ക് മടക്കണം. ഇങ്ങനെ മടക്കാം. ഒരു പോർഷൻ നമ്മൾ മടക്കി, പിന്നെ ഒരു പോർഷനും കൂടി മടക്കി. ഉണ്ടാവും 3 ഈക്വൽ പോർഷൻസ് ആയിട്ട് നമ്മൾ മടക്കി. ഇത് മടക്കി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാൻ എടുക്കുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള നൈഫാണ്. നിങ്ങൾക്ക് ഈ നൈഫ് ഇല്ലെങ്കിൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്യുന്ന നൈഫോ അല്ലെങ്കിൽ കത്രിക ആണെങ്കിലും മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മടക്കിയ പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഇതിൻ്റെ സെലോഫെയിൻ ഷീറ്റിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയിൻ്റെ ഒരു അത്രയും ഉണ്ടാവും. ഒരു കൈ വെക്കുമ്പോൾ ഉള്ളൊരു അളവായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നൈഫ് കൊണ്ട് കട്ട് ചെയ്യാം. നമ്മൾ നൈഫ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാ ലെയറും കട്ടായി എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ നൈഫ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വലിയ ഷീറ്റിനകത്തുനിന്ന് 12 കോൺ സൈസ് ആയിട്ടുള്ള ഷീറ്റ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു സ്ക്വയർ പോലെയൊക്കെ തോന്നും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. ബിഗിനേഴ്സിന് ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ, അതായത് കോൺ റോൾ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു സൈസ് അല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മുറിച്ചാലും കോൺ റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈസിൽ മുറിക്കുമ്പോൾ ബിഗിനേഴ്സിന് ഇതായിരിക്കും എളുപ്പം. ഇതേപോലെ നല്ല കോണ് നന്നായിട്ട് ലെയറോട് കൂടി തന്നെ റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. 12 കോൺ സൈസ് ആയിട്ടുള്ള ഷീറ്റ്സും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈസി അല്ലേ മുറിക്കാനും സെലോഫെയിൻ ഷീറ്റ്. ഇനി ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് വീഡിയോ കണ്ടാൽ മതി. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ഇടുക. മാക്സിമം നിങ്ങൾ ഇവിടെ തന്നെ കമൻറ്റ് ഇട്ട് ഡൗട്ട് ചോദിക്കാൻ നോക്കുക കേട്ടോ. കാരണം വാട്സപ്പിൽ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അത് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, കുറേ ആൾക്കാർ വന്ന് സെയിം ഡൗട്ട് തന്നെ പലർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കമൻറ്റിൽ ഡൗട്ട് ചോദിക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോകാം. അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.